ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കേറ്ററ്റിന്റെ ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം നമ്മൾ പെട്ടെന്ന് കവർ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് കൺജങ്ഷൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ദർ ആർ 7 കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ പ്രധാനമായിട്ട് നമുക്ക് 7 കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ അത് ഫാൻ ബോയ്സ് എന്ന് പറയുന്ന ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് പഠിച്ചിരിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണത്? ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ ഈ പറയുന്നവയാണ് ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഹി ട്രൈഡ് ഹാർഡ് സോ ഹി വോൺ ദ ഗെയിം എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിട്ട് സോ ആണ് വന്നിരിക്കുന്നത്. ഇനി ഐ ആം ഗുഡ് അറ്റ് സ്വിമ്മിങ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇത് മറ്റൊരു സെന്റൻസ് ആണ്. അപ്പോൾ ഐ ആം ഗുഡ് അറ്റ് സ്വിമ്മിങ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെയും ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന ആ രണ്ട് സെന്റൻസിനെ, ആ രണ്ട് ഫ്രേസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബട്ട് എന്ന് പറയുന്ന ആ ഒരു കൺജങ്ഷൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഫോർ, ആൻഡ്, നോർ, ബട്ട്, എറ്റ് ഇതൊക്കെ ഏതെങ്കിലും സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. കോമ്പൗണ്ട് സെന്റൻസുകളിലാണ് എന്ത് വരുന്നത്? ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, എറ്റ്, സോ എന്ന് പറയുന്ന ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ ഇത് കോമ്പൗണ്ട് സെന്റൻസ് ആണെന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ ആ മാർക്ക് അവിടെ ഉറപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ ഇതുണ്ടെങ്കിൽ കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം. ഓക്കെ, ഇനി അതുപോലെ കൺജങ്ഷൻസിൽ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ്, അതിന്റെ രീതികൾ മാത്രം ജസ്റ്റ് നമ്മളൊന്ന് പറയുകയാണ്. ആസൂണാസ് വെച്ചിട്ടുള്ള ഈ കൺജങ്ഷൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആസൂണാസിന് ശേഷം നമ്മൾ എപ്പോഴും രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നടന്ന കാര്യം ആസൂണാസിന് തൊട്ട് ശേഷം നമ്മൾ പറയും. ആസൂണാസ് ഹി ഫിനിഷ്ഡ് ദ വർക്ക് ഹി വെന്റ് ഔട്ട്. അപ്പോൾ ഇവിടെ അവൻ ജോലി തീർത്തിട്ട് പുറത്തേക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ ജോലി തീർത്തു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ആസൂണാസിന് ശേഷം നമ്മൾ ഹി ഫിനിഷ്ഡ് ദ വർക്ക്. അപ്പോൾ അവൻ തീർത്ത വർക്ക് എന്താണ്? അപ്പോൾ അതിനെയാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ആസൂണാസ് ഹി ഫിനിഷ്ഡ് ദ വർക്ക്. അപ്പോൾ ആദ്യം വർക്ക് തീർത്തു. അപ്പോൾ അത് നമ്മൾ ആദ്യം എഴുതി. അതിനുശേഷം ഹി വെന്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അതുപോലെ അത് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ കൂടെ. ദേ കെയിം ടു ടോക്ക് ടു മീ ആസ് സൂൺ ആസ് ഐ എന്റർഡ് ദ ക്ലാസ് റൂം. അപ്പം ഇവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ ക്ലാസ് റൂമിൽ കയറിയ ഉടനെ തന്നെ അവരെന്നോട് സംസാരിക്കാൻ വന്നു. അപ്പോൾ നമ്മൾ ആസ് സൂൺ ആസ് എന്ന് പറയുന്ന സെന്റൻസിന്റെ മിഡിലിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ആസ് സൂൺ ആസ് കഴിഞ്ഞ് തൊട്ടടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഐ എന്റർഡ് ദ ക്ലാസ് റൂം. അപ്പോൾ ഞാൻ ക്ലാസ് റൂമിൽ കയറിയതിന് ശേഷമല്ലേ അവരെന്നോട് സംസാരിക്കാൻ വന്നത്. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ആസ് സൂൺ ആസ് എന്നതിന് ശേഷം നമ്മളെപ്പോഴും ആദ്യം നടന്ന കാര്യം എഴുതുക. അത്രേ ഉള്ളൂ. ആസ് സൂൺ ആസ് ഐ എന്റർഡ് ദ ക്ലാസ് റൂം. ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടാണ് അവരെന്നോട് സംസാരിക്കാൻ വന്നത്. അപ്പം ക്ലാസ്സിൽ കയറി എന്നുള്ള കാര്യം നമ്മൾ ആദ്യം എഴുതുന്നു. ഓക്കെ, അപ്പോൾ ആസ് സൂൺ ആസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇനി അടുത്ത് ഐ വിൽ വെയിറ്റ് വിത്ത് യു അൺടിൽ ദ ബസ് കംസ്. ഇതും അണ്ടിൽ എന്ന് പറയുന്ന ഈ ഒരു കൺജക്ഷൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതും ഓർത്തിരിക്കുക. അണ്ടിലിന്റെ അർത്ഥം എന്താണ്? അതുവരെ എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ്. ഐ വിൽ വെയിറ്റ് വിത്ത് യു അണ്ടിൽ ദ ബസ് കംസ്. ബസ് വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിക്ക് പല ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നാൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഉത്തരം ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത് ഹാർഡ്ലി, സ്കേഴ്സ്ലി. ഇതിന്റെ രണ്ടിന്റെ യൂസേജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഹാർഡ്ലി ഹാഡ് ദ ബോയ് സീൻ ദ വാച്ച്മാൻ വെൻ ഹി റാൻ അവേ. അപ്പോൾ ഈ ഹാർഡ്ലി ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ വെൻ എന്ന് പറയുന്ന ആ ഒരു യൂസേജും ഉറപ്പായിട്ടും അതിലുണ്ടാവും. ഹാർഡ്ലി വെൻ എന്ന് പറയുന്ന ആ ഒരു യൂസേജ് ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഹാർഡ്ലി വെൻ. ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്കേഴ്സ്ലി ഹാഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. അപ്പോൾ ഇവിടെയും എന്താണ്? സ്കേഴ്സ്ലി വെൻ എന്ന് പറയുന്ന ആ ഒരു യൂസേജ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ യൂസേജുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ. ഇനി അതുപോലെ അണ്ടിൽ എന്ന് പറഞ്ഞാൽ അതുവരെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ആസ് സൂൺ ആസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആസ് സൂൺ ആസ് ഉപയോഗിക്കുമ്പോൾ ആദ്യം നടന്ന കാര്യം ആസ് സൂൺ ആസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ആദ്യം നടന്ന കാര്യം പറയുക. അതിനുശേഷം അല്ലെങ്കിൽ ആദ്യം രണ്ടാമത്തെ കാര്യം ഉപയോഗിക്കുക. ആസ് സൂൺ ആസ് എഴുതി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എഴുതേണ്ട എപ്പോഴും ആദ്യം നടന്ന കാര്യമായിരിക്കണം. ആ കാര്യം മാത്രം നമ്മൾ മനസ്സിൽ
അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ആർട്ടിക്കിളുകളാണ് പറയുന്നത്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? എ ആൻഡ് ആൻ, എയും ആനുമാണ് വരുന്നത്. ഇനി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ട് ദ, എന്തെങ്കിലും കാര്യങ്ങളെ സ്പെസിഫൈ ചെയ്ത് പറയാനാണ് നമ്മൾ സാധാരണ രീതിയിൽ ദ ഉപയോഗിക്കുക. ഇനി ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ യൂസേജ് വരുന്നത് എവിടേക്കാണ്? ഇത്ര മാത്രം പഠിച്ചാൽ മതി, കൂടുതലൊന്നും നിങ്ങൾ നോക്കണ്ട. എ, ഇ, ഐ, ഒ, ആ എന്നീ സൗണ്ടുകൾ വരുന്നതിന് പിന്നിൽ നമ്മൾ എപ്പോഴും ആൻ യൂസ് ചെയ്യും. എ, ഇ, ഐ, ഒ, ആ എന്നീ സൗണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് പിന്നിൽ ആൻ യൂസ് ചെയ്ത് കൊടുക്കുക, കൂടുതലൊന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. ഇറ്റലി ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി. അപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കുക, സൗണ്ട് വന്നിരിക്കുന്ന ഏതാണ്? ഇറ്റലി ഈസ് യൂറോപ്യൻ, യു എന്ന് പറയുന്ന സൗണ്ട് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? എ യൂസ് ചെയ്തു. എ യൂറോപ്യൻ കൺട്രി. ഇനി അടുത്തത് ഹീസ് ആൻഡ് ഡാഷ് എം പി. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന സൗണ്ട് മാത്രം നോക്കുക. ഇതൊരു ഷോർട്ട് ഫോം ആണ്. ഷോർട്ട് ഫോമുകൾ വന്നു കഴിഞ്ഞാലും അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. അപ്പോൾ വരുന്ന സൗണ്ട് ഏതാണോ അതിനനുസരിച്ച് ആർട്ടിക്കിൾ ചേർക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു STD ബൂത്തോ MLA ഒക്കെ വന്നു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുക. ഏത് സൗണ്ട് ആണോ വന്നിരിക്കുന്നത് അതിനനുസരിച്ച് ആർട്ടിക്കിൾ ചേർക്കുക. അപ്പൊ ഇവിടെ ഏത് സൗണ്ടാണ് വന്നിരിക്കുന്നത്? MP എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന സൗണ്ട് അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എന്ത് ചേർക്കണം? ആൻ ചേർക്കണം. ഹീസ് ആൻ MP. ഇനി അടുത്ത് ഗംഗ. ഗംഗ എന്ന നദിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വിട്ടുപോയതാണ്. അപ്പൊ അത് നോട്ട് ചെയ്യാം. ഗംഗ ഈസ് ഡാഷ്, ഗംഗ ഈസ് എ സാക്രഡ് റിവർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാട്ടർ റിസോഴ്സുകൾക്ക് മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ദ ഗംഗ ഈസ് എ സാക്രഡ് റിവർ എന്നായിരിക്കും പറയുക. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. വാട്ടർ റിസോഴ്സിന് മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യും. എന്നാൽ സിംഗിൾ ലേക്കുകളെ കുറിച്ച് പറയുന്ന ലേക്കുകൾക്ക് മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി യൂണിവേഴ്സൽ ഒബ്ജക്ട്സ്, ഫോർ എക്സാമ്പിൾ സണ്ണ്, എർത്ത്, വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യും. യൂണിവേഴ്സൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ യൂണീക്ക് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ ദ യൂസ് ചെയ്യും. പക്ഷെ ഗോഡ്, ഹെവൻ, ഹെൽ, നേച്ചർ, എർത്ത് ഒഴികെയുള്ള മറ്റ് പ്ലാനറ്റുകൾ, ഇതിന്റെ ഒന്നും കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യുകയുമില്ല. ആ കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കാം. ഗോഡ്, ഹെവൻ, ഹെൽ, നേച്ചർ, അതുപോലെ എർത്ത് ഒഴികെയുള്ള മറ്റ് പ്ലാനറ്റുകൾ, ഇവയ്ക്ക് പിന്നിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ മറ്റൊരു ചെറിയ റൂൾ നോക്കുകയാണ്. വാട്ട് ടൈപ്പ് ഓഫ് ഡാഷ് ഗേൾ ആർ യു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത്തരം കേസുകളിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. നോ ആർട്ടിക്കിൾ. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് ഗേൾ ആർ യു എന്നേ പറയുള്ളൂ. അപ്പോൾ ഇതിന്റെ കൂടെ വരുന്ന നമുക്ക് പറയാൻ പറ്റുന്ന വേറെ രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട്. ടൈപ്പ് ഓഫ്, സോർട്ട് ഓഫ്, കൈൻഡ് ഓഫ്. ടൈപ്പ് ഓഫ്, സോർട്ട് ഓഫ്, കൈൻഡ് ഓഫ്. ഇതിന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? നോ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വാട്ട് ടൈപ്പ് ഓഫ് ഗേൾ ആർ യു എന്നേ ചോദിക്കുള്ളൂ. അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പം എ ഒക്കെ കാണും, എ ആൻഡ് ദ കാണും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, നോ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ടൈപ്പ് ഓഫ്, സോർട്ട് ഓഫ്, കൈൻഡ് ഓഫ് എന്നിവയ്ക്ക് ശേഷം. ഇനി അടുത്ത് ദ കോളേജ് ഈസ് അഫിലിയേറ്റഡ് ടു ഡാഷ് കേരള യൂണിവേഴ്സിറ്റി. ഡാഷ് കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇവിടെയും നോ ആർട്ടിക്കിൾ ആണ്. എന്തുകൊണ്ടാണ്? ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പേരിൽ തുടങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ MG യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നെങ്കിലോ, MG യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഷോർട്ട് ഫോം ആണ് അല്ലെ. ഷോർട്ട് ഫോം പറയുന്ന കേസുകളിൽ നമുക്ക് ദാ ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെയായിരിക്കും ഈ കേസുകൾ വരിക. എന്നാൽ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെ പേരിലാണ് തുടങ്ങുന്നതെങ്കിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ഇവിടെ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്ഥലമല്ല പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത് ഡാഷ് ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഹോണസ്റ്റി എന്നാണോ ഓണസ്റ്റി എന്നാണോ പറയുന്നത്? ഇവിടെ H സൈലന്റ് ആണ്, O എന്ന് പറയുന്ന സൗണ്ട് ആണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ആൻ ചേർക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ്? ഇതൊരു ഗുണനാമമാണ്, ഇതൊരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. എന്തെങ്കിലും ഗുണനാമങ്ങൾ വരുന്ന കേസുകളിൽ അബ്സ്ട്രാക്ട് നൗൺസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഡാഷ് ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നേ പറയുള്ളൂ. ആൻ ഓണസ്റ്റി എന്നോ ദ ഓണസ്റ്റി എന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ഈ ഒരു വ്യത്യാസം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ അവർ എന്ന് പറയുകയാണ്. ഫോർ എക്സാമ്പിൾ ആൻ അവർ എന്നായിരിക്കും പറയുക. ഇനി അൻ എയർ എന്നായിരിക്കും പറയുക. HEIR ഹെയർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അനന്തരാവകാശി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുക അല്ലെ. ഇനി അതുപോലെ എപ്പോഴും സ്ഥിരമായിട്ട് VC ചോദിക്കുന്ന ആർട്ടിക്കിളിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇയർ. ഇയറിന് പിന്നിൽ വരുന്ന ആർട്ടിക്കിൾ എന്താണ്? നമ്മൾ ഇയറിനെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇയർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. അങ്ങനെയല്ല, ഇയർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ വന്നിരിക്കുന്ന സൗണ്ട് ഏതാണ്?
യാ എന്ന് പറയുന്ന എന്ന് പറയുന്ന സൗണ്ട് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇയർ എന്നായിരിക്കും നമ്മൾ എപ്പോഴും പറയുക. അപ്പോൾ ആ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇയർ എന്നായിരിക്കും പറയുക. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾസ് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങളാണ് നമ്മളൊന്ന് കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? പോസിറ്റീവ് സെന്റൻസ് ആണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കണം. ഇനി നെഗറ്റീവ് സെന്റൻസ് ആണ് വരുന്നതെങ്കിൽ പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിൽ വെക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻസിലേക്ക് ഒന്നും പോകുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കൂടുതൽ ഡൗട്ടുകൾ വരാൻ ചാൻസ് ഉള്ള ഏരിയയിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഐ ആം ഇൻഡീഡ് ലക്കി. ഐ ആം ഇൻഡീഡ് ലക്കി എന്ന് പറഞ്ഞൊരു സെന്റൻസ് വരികയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിന് ആൻസർ എഴുതും? ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇതിന് ഉത്തരമായിട്ട് വരിക? അപ്പോൾ ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് മനസ്സിലാക്കണം. ഐ ആം ഇൻഡീഡ് ലക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇൻഡീഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് അർത്ഥം. അപ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഐ ആം കൂട്ടി ഒരു പോസിറ്റീവ് സെന്റൻസ് വരികയാണെങ്കിൽ എപ്പോഴും ടാഗ് എന്തായിരിക്കും? ആറിൻറ്റ് ഐ ആയിരിക്കും കേട്ടോ. കൂടുതലൊന്നും ആലോചിക്കണ്ട. ഐ ആം കൂട്ടി ഒരു പോസിറ്റീവ് സെന്റൻസ് വരികയാണെങ്കിൽ ടാഗ് ആറിൻറ്റ് ഐ ആയിരിക്കും. കൂടുതൽ നിങ്ങളൊന്നും സംശയിക്കാൻ നിൽക്കണ്ട. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ്, ഐ ആം നോട്ട് ലേറ്റ്. ഐ ആം നോട്ട് ലേറ്റ്, ഇതിന്റെ ടാഗ് എന്തായിരിക്കും? ഐ ആം നോട്ട് ലേറ്റ് ആം ഐ. ഇത് ഐ ആം കൂട്ടി വന്ന ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ നമുക്ക് ആം ഐ ഉപയോഗിക്കാം. പക്ഷെ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എപ്പോഴും ആറിൻറ്റ് ഐ ആയിരിക്കും വരിക. ഐ ആം കൂട്ടി ഒരു പോസിറ്റീവ് സെന്റൻസ് വരികയാണെങ്കിൽ എപ്പോഴും ടാഗ് ആറിൻറ്റ് ഐ ആയിരിക്കും. അപ്പോൾ ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്യാപ്റ്റൻ ഹാസ് അറൈവ്ഡ്. ദ ക്യാപ്റ്റൻ ഹാസ് അറൈവ്ഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹാസ് കഴിഞ്ഞിട്ട് മെയിൻ വെർബായിട്ട് അറൈവ്ഡ് ഉണ്ട്. ഹാസ് ഇവിടെ ഒരു ഓക്സിലറി വെർബ്, ഒരു സഹായക ക്രിയയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതും? ഹാസിന്റെ ഹി എന്നായിരിക്കും ഇവിടെ എന്ത് വരിക? ഹാസിന്റെ ഹി എന്നായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് വരിക. അപ്പോൾ ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉണ്ട്, പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് എഴുതി, ഹാസിന്റെ ഹി. ഓക്കെ, ഇനി അടുത്ത് ഹി ഹാഡ് ബ്രെഡ് ആൻഡ് ബട്ടർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഈ സെന്റൻസ് ശ്രദ്ധിക്കുമ്പോൾ നമുക്കിവിടെ സഹായക ക്രിയ മെയിൻ വെർബ് ഉണ്ടോ, അതോ ഒറ്റ വെർബ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ? ഹാഡ് എന്ന് പറയുന്ന ഒരു വെർബ് മാത്രമേ വന്നിട്ടുള്ളൂ. ഹി ഹാഡ് ബ്രെഡ് ആൻഡ് ബട്ടർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന ഒരു ക്രിയയാണോ? അല്ല. അപ്പൊ ഇവിടെ ഒറ്റ വെർബ് മാത്രമേ ഉള്ളൂ. ഹാഡ് എന്ന് പറയുന്ന ഒരു വെർബ് ഓക്സിലറി വെർബ് ആണ്, പക്ഷെ അത് ഇവിടെ മെയിൻ വെർബ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് വേണം എഴുതാൻ. അപ്പൊ ഇതിന്റെ സ്പ്ലിറ്റിംഗ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഹാസിനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് പ്ലസ് ഹാവ് ആണ്. ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. അപ്പൊ ഇതെല്ലാം ഹാവിന്റെ ഫോമുകളാണ് കേട്ടോ ഇതെല്ലാം. ഇനി ഹാവ് ആണെങ്കിലോ, ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് പ്ലസ് ഹാവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഹാവ് എന്ന് പറയുന്നത് ഡു പ്ലസ് ഹാവ് ആണ്. ഹാവ് എന്ന് പറയുന്നത് ഡു പ്ലസ് ഹാവ് ആണ്. ഇനി ഹാഡ് എന്ന് പറയുന്നതോ, ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് ഹാവ് ആണ്. പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഡിഡ് അല്ലെങ്കിൽ ഹാഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് പ്ലസ് ഹാവ്, സിംഗുലർ ആയിട്ടുള്ള കേസുകളിലാണ് നമ്മൾ ഡസ് പ്ലസ് ഹാവ് ഉപയോഗിക്കുന്നത്. ഇനി ഹാവ്, ഡു പ്ലസ് ഹാവ്, പ്രസന്റ് ടെൻസിലെ പ്ലൂറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. ഡു പ്ലസ് ഹാവ് ആണ് ഹാവ്. ഇനി ഹാഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ? ഡിഡ് പ്ലസ് ഹാവ് ആയിരിക്കും വരിക. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഹി ഹാഡ് ബ്രെഡ് ആൻഡ് ബട്ടർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഹാഡിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം എന്തെഴുതാൻ? ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനായിട്ട്. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? സെന്റൻസ് പോസിറ്റീവ് ആണോ? പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഡിഡിന്റ് ഹി എന്നായിരിക്കും ഇവിടെ ഉത്തരം വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ഹാഡിന് വരെ ഹാസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഡസന്റ് ഹി എന്ന് എഴുതും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഹാവ് ആണെങ്കിലോ, ഹാവ് വരുന്ന കേസുകളിൽ ഡോണ്ട് ഹി എന്ന് എഴുതും. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെയായിരിക്കും ഇതിന്റെ വ്യത്യാസം വരിക. ഇനി പെട്ടെന്ന് പഠിക്കാവുന്ന മറ്റൊരു കേസാണ് ലെറ്റസ്. ലെറ്റസിന്റെ കൂടെ നമ്മൾ എപ്പോഴും ടാഗായിട്ട് ഉപയോഗിക്കുക എന്തായിരിക്കും? ഷാൾ ബി ആയിരിക്കും. ലെറ്റസ് കൂടെ നമ്മൾ എപ്പോഴും ടാഗായിട്ട് ഉപയോഗിക്കുക ഷാൾ ബി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് ഡോണ്ട് മേക്ക് നോയ്സ്. ഇതൊരു ഡോണ്ട് മേക്ക് നോയ്സ്, ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് രൂപേണയുള്ള സെന്റൻസുകളെയാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുക. അപ്പോൾ ഇതിന്റെ ടാഗ്, ഇമ്പരേറ്റീവ് സെന്റൻസിൽ നമ്മൾ ടാഗായിട്ട് സാധാരണ ഉപയോഗിക്കുക വില്യു ആണ്. വില്യു. ഓക്കെ, വില്യു ആണ് ഉപയോഗിക്കുക. ഇനി ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണെങ്കിൽ വോണ്ട് യു ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ അതിന് ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. എങ്കിലും നമ്മൾ മേജർ ആയിട്ട് നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസിൽ വില്യു ആണ് ടാഗായിട്ട് ഉപയോഗിക്കുക.
അപ്പോൾ ഇതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം കേട്ടോ. ഡോണ്ട് മേക്ക് നോയ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് ഉത്തരം എഴുതുക. അപ്പോൾ ഇമ്പരറ്റീവ് സെന്റൻസിന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ടാഗുകൾ ഏതൊക്കെയാണ്? വിൽ യു ഉപയോഗിക്കാം, വോണ്ട് യു ഉപയോഗിക്കാം. അതുപോലെ ഒരു അക്ഷമയോട് കൂടി പറയുന്ന കേസുകളിൽ നമുക്ക് കാണ്ട് യുയും ഉപയോഗിക്കാം, കാണ്ട് യു. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ടും വിൽ യു ആണ് ഇമ്പരറ്റീവ് സെന്റൻസുകളുടെ ടാഗായിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്ത് ഫ്യൂ കാൻഡിഡേറ്റ്സ് അറ്റൻഡഡ് ദ എക്സാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫ്യൂ കാൻഡിഡേറ്റ്സ് അറ്റൻഡഡ് ദ എക്സാം. അപ്പൊ ഇവിടെ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും കുറച്ച്, കുറച്ച് എന്നുള്ള അർത്ഥം ഉണ്ടോ ഫ്യൂക്ക്? ഇവിടെ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഫ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കണം ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ. ഫ്യൂ കാൻഡിഡേറ്റ്സ് അറ്റൻഡഡ് ദ എക്സാം. ഓക്കെ, അപ്പോൾ ഇതൊരു എന്ത് സെന്റൻസ് ആണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടാഗ് പോസിറ്റീവ് ടാഗ് വേണം ഉപയോഗിക്കാൻ. ഫ്യൂ കാൻഡിഡേറ്റ്സ് അറ്റൻഡഡ് ദ എക്സാം. ഇവിടെ വെർബായിട്ട് ഏതാ ഉള്ളത്? വെർബായിട്ട് ആകൂടി അറ്റൻഡഡ് എന്ന് പറയുന്ന ഒരു വെർബ് മാത്രമേ ഉള്ളൂ. സഹായക്രിയ ഏതെങ്കിലും ഉണ്ടോ? ഫ്യൂ കാൻഡിഡേറ്റ്സ് അറ്റൻഡഡ് ദ എക്സാം ഇല്ല, ആകൂടി ഒരു വെർബേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് വേണം എഴുതാൻ. അപ്പോൾ അറ്റൻഡഡിനെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? ഡിഡ് പ്ലസ് അറ്റൻഡ് ആണ് എന്ത്? അറ്റൻഡഡ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഉത്തരം വരിക? അത് നമ്മൾ പറഞ്ഞിരുന്നു സെന്റൻസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? ഡിഡ് ദേ എന്നായിരിക്കും ടാഗ് എഴുതുക. ഓക്കെ, അപ്പോൾ ആ കേസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫ്യൂ അതുപോലെ ലിറ്റിലിന്റെ കേസിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരിക. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച്, എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച്. ഓക്കെ, അപ്പോൾ ആ അർത്ഥം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ പറ്റണം. അപ്പോൾ ഈ സെന്റൻസുകൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മളെ സഹായിക്കും. ഇനി അതുപോലെ നെഗറ്റീവ് മീനിങ്ങൾ വരുന്ന പല സെന്റൻസുകളും ഉണ്ട്. സെൽഡം ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. അപ്പോൾ ഈ സെൽഡം എന്ന് പറയുന്ന വേർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ സെന്റൻസ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ നെവർ എന്ന് പറയുന്ന പദം വന്നു കഴിഞ്ഞാൽ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഇനി റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം പദങ്ങൾ വരുന്ന സെന്റൻസുകൾ നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എ ഫ്യൂ ദ ഫ്യൂ ഒക്കെ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. എ ഫ്യൂ ദ ഫ്യൂ എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് സെന്റൻസുകളായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അതുപോലെ എ ലിറ്റിൽ ദ ലിറ്റിൽ എന്നൊക്കെ പറയുന്നതും പോസിറ്റീവ് സെന്റൻസുകളെ സൂചിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ വെറുതെ ലിറ്റിൽ ഫ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് സെൻസിലായിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് 3 തരം ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണുള്ളത്. ഒന്ന് പോസിറ്റീവ് ഡിഗ്രി, 2 കമ്പാരിറ്റീവ് ഡിഗ്രി, മൂന്നാമത്തേത് ആദ്യത്തേതാണ് പോസിറ്റീവ് ഡിഗ്രി, രണ്ടാമത്തേത് കമ്പാരിറ്റീവ് ഡിഗ്രി, മൂന്നാമത്തേത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോളസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ടോളർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ടോളസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നു. ഇനി 2 കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നു. ഇനി 2ൽ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് പിന്നിൽ നമ്മൾ എപ്പോഴും ദ യൂസ് ചെയ്യും. ദ ടോളസ്റ്റ് എന്നായിരിക്കും നമ്മൾ എപ്പോഴും പറയുക. ടോളറിന്റെ കൂടെ സാധാരണ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുക? ദാനായിരിക്കും ഉപയോഗിക്കുക. ഇനി ടോൾ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ആയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള റൂള് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് കേസുകളല്ല, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ചോദ്യം നോക്കാം. അതിലെന്താണ് പറയുന്നത്? ബാബൂസ് ഹൗസ് ഈസ് ഡാഷ് ന്യൂ, ന്യൂവർ, ന്യൂവസ്റ്റ്. അപ്പോൾ ഇവിടെ എന്തിനേലും കമ്പയർ ചെയ്യുകയാണോ? അല്ല, ഇതൊരു ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അപ്പോൾ ഒരു കാര്യത്തെ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ന്യൂ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാബൂസ് ഹൗസ് ഈസ് ന്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്കുകയാണ്. ജേക്കബ് ഈസ് ഡാഷ് ദാൻ പ്രൂഡന്റ്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് ബ്രേവർ, മോർ ബ്രേവ്, ബ്രേവസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ 2 ക്വാളിറ്റികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മോർ കൂട്ടിയുള്ള കമ്പാരിസനെ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്തായിരിക്കും? മോർ ബ്രേവ്. ജേക്കബ് ഈസ് മോർ ബ്രേവ് ദാൻ പ്രൂഡന്റ് എന്നായിരിക്കും
വരിക. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കൂടെ എന്താണ് ഉപയോഗിക്കുക? ബ്രേവർ ആണെങ്കിൽ ബ്രേവർ ഉപയോഗിക്കാവുന്ന നമുക്ക് സംശയം വരും. ഇവിടെ ബ്രേവർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. ബ്രേവർ ദാനം നമുക്ക് ഉപയോഗിക്കാവുന്ന നമുക്കൊരു സംശയം വരും. പക്ഷെ ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കരുത്. കാരണം എന്താണ്? പ്രൂഡന്റ് എന്ന് പറഞ്ഞാൽ ജാഗ്രത എന്ന് അതും ഒരു ക്വാളിറ്റിയാണ്. ബ്രേവ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ്. ഒരു വ്യക്തിയുടെ രണ്ട് ക്വാളിറ്റികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മോർ കമ്പാരിസൺ ഉപയോഗിച്ച് എഴുതുക. ഓക്കെ, ഇനി അടുത്ത ഒരു കേസ്, ഐ പ്രിഫർ ടീ ഡാഷ് കോഫി. അപ്പോൾ പ്രിഫറിന് ശേഷം നമ്മൾ എപ്പോഴും ടു ആയിരിക്കും ഉപയോഗിക്കുക. ആ വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പ്രിഫറിന് ശേഷം എപ്പോഴും ടു ആയിരിക്കും ഉപയോഗിക്കുക. ഐ പ്രിഫർ ടീ ടു കോഫി എന്നായിരിക്കും പറയുക. ഇനി ദിസ് ഈസ് ദ ഡാഷ് ഓഫ് ഹിസ് ടു നോവൽസ്. അപ്പോൾ ഒരാൾ രണ്ട് നോവൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ ബെറ്റർ ആയിട്ടുള്ള നോവൽ ഏതാണെന്നാണ് പറയേണ്ടത് നമ്മൾ. അപ്പോൾ ഇത്തരം കേസുകളിൽ ഓഫ് കമ്പാരിസൺ വരുന്ന കേസുകളിൽ, അതായത് എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ഓഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ദായ്ക്ക് ശേഷം കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ദ ബെറ്റർ എന്നായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദിസ് ഈസ് ദ ബെറ്റർ ഓഫ് ഹിസ് ടു നോവൽസ്. സാധാരണഗതിയിൽ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ മാത്രമേ ദാ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓഫ് കമ്പാരിസൺ വരുന്ന കേസുകളിൽ ഈ ഓഫ് എന്ന് പറയുന്ന യൂസേജ് കഴിഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ തമ്മിൽ പറയുമ്പോൾ നമുക്ക് ദാ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇത്തരം കേസുകളിൽ മാത്രമാണ് ദായ്ക്ക് ശേഷം കമ്പാരിറ്റീവ് ഡിഗ്രി വരുന്നത്. അപ്പോൾ ആ വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ ഏരിയയിൽ നിന്നും കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എൽഡർ ഓൾഡർ എന്ന് പറയുന്ന ഇതിന്റെ യൂസേജ്. ഇതിന്റെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ നമ്മൾ എൽഡർ എന്ന് പറയുന്ന യൂസേജ് ആയിരിക്കും ഉപയോഗിക്കുക. എൽഡർ ടു ആയിരിക്കും ഉപയോഗിക്കുക. എൽഡർ ദാൻ അല്ല ഉപയോഗിക്കുന്ന, എൽഡർ ടു ആയിരിക്കും ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ എങ്ങനെയാണ് വരിക? മൈ ബ്രദർ ഈസ് എൽഡർ ടു മീ എന്നേ വരുള്ളൂ. ഓൾഡർ എന്ന് ഉപയോഗിക്കില്ല. ഓൾഡർ എന്ന് പറയുന്ന യൂസേജ് ബ്ലഡ് റിലേഷൻസ് ഇല്ല. നമ്മൾ വെറുതെ പോകുന്ന ഒരാളെ കുറിച്ച് കമ്പയർ ചെയ്ത് പറയുന്ന കേസിൽ, അവരുടെ പ്രായം കമ്പയർ ചെയ്യുന്ന കേസിലാണെങ്കിൽ നമുക്ക് ഓൾഡർ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ഫുട്ബോൾ ടീം ഉണ്ട്. അപ്പോൾ ആ ഫുട്ബോൾ ടീമിലെ മെമ്പേഴ്സിനെ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അവർ ബ്ലഡ് റിലേഷൻ ഒന്നുമില്ല. അത്തരം കേസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൾഡർ ഉപയോഗിക്കാം. പക്ഷെ ബ്ലഡ് റിലേഷൻസിന്റെ കേസിൽ നമ്മൾ എൽഡർ ആയിരിക്കും ഉപയോഗിക്കുക. എൽഡറിന് ശേഷം എപ്പോഴും ടു എന്ന് പറയുന്ന കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കാര്യവും നമ്മളൊന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്ത ഒരു കേസ് ഒ ആറിൽ അവസാനിക്കുന്ന സെന്റൻസുകൾ. ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഒ ആറിലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സീനിയർ, ജൂനിയർ, സുപ്പീരിയർ, ഇങ്ങനെ ഒ ആറിൽ അവസാനിക്കുന്ന സെന്റൻസുകൾ, ഒ ആറിൽ അവസാനിക്കുന്ന വേർഡുകൾക്ക് ശേഷം നമ്മളെപ്പോഴും ടു ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടെ നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉത്തരം വരിക? ഹി ഓൾവേസ് ഫെൽറ്റ് ഇന്റീരിയർ. ഓപ്ഷനായിട്ട് ടു ഉണ്ട്, ദാൻ ഉണ്ട്, മോർ ഉണ്ട്. ഉത്തരവായിട്ട് വരിക എന്തായിരിക്കും? ഇന്റീരിയർ ടു ആയിരിക്കും വരിക. ഹി ഓൾവേസ് ഫെൽറ്റ് ഇന്റീരിയർ ടു ഹിസ് ബ്രദർ എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മെയിൻ ആയിട്ടും എക്സെപ്ഷണൽ ആയിട്ട് നമുക്ക് വരുന്ന കേസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി പഠിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന്റെ റൂളുകളെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ നമ്മൾ ഒത്തിരി പറയാനായിട്ട് പോകുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സിമ്പിൾ പ്രസന്റിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി പറയുന്ന കാര്യം അയാളുടെ വാക്യത്തിൽ തന്നെ നമ്മൾ പറയുമ്പോഴാണ് അതിനെ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഒരു വ്യക്തി പറഞ്ഞ കാര്യത്തെ നമ്മുടെ വാക്കുകളിലേക്ക് മാറ്റി കൺവേർട്ട് ചെയ്ത് പറയുന്നതിനാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെന്റൻസിനെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടേബിളിന്റെ ഫസ്റ്റ് സൈഡിൽ കാണുന്ന ഡയറക്റ്റ് സ്പീച്ചും സെക്കൻഡ് സൈഡിൽ കാണുന്ന ഇൻഡയറക്റ്റ് സ്പീച്ചുമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു സെന്റൻസ് നോക്കുന്നു. ദ ബോയ് സെഡ് ഐ വാണ്ട് എ സൈക്കിൾ. അപ്പോൾ അവൻ പറഞ്ഞു ഐ വാണ്ട് എ സൈക്കിൾ. അപ്പോൾ അവന്റെ വാക്കിൽ തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അത് നമ്മുടെ വാക്യത്തിലേക്ക് മാറ്റി നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ദ ബോയ് സെഡ് ഐ വാണ്ട് എ സൈക്കിൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ വെർബ് വാണ്ട് എന്ന് പറയുന്ന വെർബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്, V1 ഫോം ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയപ്പോൾ എങ്ങനെ വന്നു? ദ ബോയ് സെഡ് ദാറ്റ് ഹി വാണ്ടഡ് എ സൈക്കിൾ. അപ്പോൾ ഇവിടെ വാണ്ട് എന്ന് പറയുന്ന V1 ഫോം നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും അത് V2 ഫോം ആയിട്ട് മാറി. അപ്പോൾ ഓർത്തിരിക്കുക, സിമ്പിൾ പ്രസന്റ് ഫോമിൽ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ ഫസ്റ്റ് ഫോം വന്നു കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ വെർബിന്റെ സെക്കൻഡ് ഫോം ആവും. അതുപോലെ സെഡ് എന്നുള്ളത് എന്തായിട്ട് മാറി? സെഡ് ദാറ്റ് ആയിട്ട് മാറി. ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. അതായത് സിമ്പിൾ പ്രസന്റിലുള്ള സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ V1 വെർബിന്റെ V1 ഫോം V2 ആവും.
അതുപോലെ സെഡ് എന്നാണെങ്കിൽ റിപ്പോർട്ടിംഗ് പാർട്ടിൽ സെഡ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ ദാറ്റ് ആയിരിക്കും നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുക. ഇനി അടുത്ത് ടോം സെഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ജെറി. ടോം സെഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ജെറി. അപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ആം എന്നുള്ള ഓക്സിലറി വെർബ് ആണ് വന്നിരിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഈസാമാർ വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഈസാമാർ ആദ്യത്തെ റിപ്പോർട്ട് സ്പീച്ചിൽ വന്നു കഴിഞ്ഞാൽ, ഡയറക്റ്റ് സ്പീച്ചിൽ വന്നു കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വാസ് ഓർ വെയർ ആയിട്ട് മാറും. വാസ് ഓർ വെയർ ആയിട്ട് മാറും. ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ എഴുതും. ടോം സെഡ് ദാറ്റ് ഹി വാസ് വെയിറ്റിംഗ് ഫോർ ജെറി. അപ്പൊ ഇവിടെ ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസ് ഉപയോഗിച്ചു. ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ വേർ ഉപയോഗിച്ചത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈസാമാർ എന്തായിട്ട് മാറി? വാസ് ഓർ വേർ ആയിട്ട് മാറി. ഓക്കെ അപ്പോൾ ഇനി അടുത്തത് നോക്കുക. സാബു സെഡ് ടു മീ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ഓക്സിലറി ഉപയോഗിക്കുക. ഹാവ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഹാവ് ഹാർഡായിട്ട് മാറും. ഹാവ് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഹാർഡായിട്ട് മാറും. പ്രസന്റ് പെർഫെക്റ്റില് അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറി ഹാർഡായിട്ട് മാറും. ഓക്കെ അപ്പോൾ ഹാവ് വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഹാവ് എന്നുള്ളത് ഹാർഡായിട്ട് മാറും. ഓക്കെ ഹാവ് മാത്രമല്ല ഹാവ് ഓർ ഹാസ് ഓർ ഹാവ് വന്നു കഴിഞ്ഞാൽ അത് ഹാർഡായിട്ട് മാറും നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി കഴിയുമ്പോൾ. അതുപോലെ സെഡ് ടു മീ എന്നുള്ള ഈ ഒരു പദമാണ് ആദ്യം വരുന്നതെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് എന്തായിട്ട് മാറും? ടോൾഡ് മീ ദാറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. സാബു സെഡ് ടു മീ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. സാബു ടോൾഡ് മീ ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് വർക്ക്. അപ്പോൾ ഓർത്തിരിക്കുക റിപ്പോർട്ട് സ്പീച്ചിൽ എപ്പോഴും ടെൻസ് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ 3 കേസുകളും നോക്കി. ആദ്യത്തെ കേസിൽ എന്താ സംഭവിച്ചത്? സിമ്പിൾ പ്രസന്റ് ആയിരുന്നു. വെർബിന്റെ ഫസ്റ്റ് ഫോം അത് റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും വെർബിന്റെ സെക്കൻഡ് ഫോം ആയി മാറി. ഇനി പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് വന്നപ്പോഴത്തേക്കും ഈസാമാർ വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? വാസ് ഓർ വെയർ ആയിട്ട് മാറും. ഇനി അടുത്ത് ഹാസ് ഓർ ഹാവ് വന്നു കഴിഞ്ഞാൽ ഹാസോ ഹാവോ വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഹാർഡായിട്ട് മാറും. ഇത്രയും കേസേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷൻസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ പഠിച്ചു വെക്കുക. ഓക്കെ അടുത്ത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഷീ സെഡ് ഐ ഹാവ് ബീൻ റീഡിംഗ് ഫോർ അവേഴ്സ്. അപ്പോൾ ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഹാർഡ് ബീൻ ആയിട്ട് മാറും. എളുപ്പം അല്ലേ? സിമ്പിൾ കേസാണ്. അപ്പോൾ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ വന്നു കഴിഞ്ഞാൽ അത് ഹാർഡ് ബീൻ ആയിട്ട് മാറും. ഷീ സെഡ് ഐ ഹാവ് ബീൻ റീഡിംഗ് ഫോർ അവേഴ്സ്. അതെങ്ങനെ മാറി? ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ റീഡിംഗ് ഫോർ അവേഴ്സ്. അപ്പോൾ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ വന്നു കഴിഞ്ഞാൽ അത് ഹാർഡ് ബീൻ ആയിട്ട് മാറും. ഇനി അടുത്ത സിമ്പിൾ പാസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. പാസ്റ്റ് ടെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ രാജു സെഡ് ഐ ഏറ്റ് ആൻ ആപ്പിൾ. ഏറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 ഫോം ആണ്. വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്. ഈറ്റൺ എന്നാണ് അല്ലെ. അപ്പോൾ ഏറ്റ് എന്നുള്ളത് V2 ഫോം ആണ്. അപ്പൊ V2 ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താകണം? ഹാർഡ് വേണം ഉപയോഗിക്കാൻ. V2 ഫോം വന്നു കഴിഞ്ഞാൽ ഹാർഡ് ഉപയോഗിച്ച് വേണം റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ എങ്ങനെ വരും? രാജു സെഡ് ഐ ഏറ്റ് ആൻ ആപ്പിൾ. രാജു സെഡ് ദാറ്റ് ഹി ഹാഡ് ഈറ്റൺ ആൻ ആപ്പിൾ. ഹാർഡിന് ശേഷം നമ്മളെപ്പോഴും വെർബിന്റെ മൂന്നാമത്തെ ഫോം ആയിരിക്കും ഉപയോഗിക്കുക. ആ കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കാം. ഓക്കെ അപ്പോൾ V2 വന്നു കഴിഞ്ഞാൽ ഹാർഡ് ഉപയോഗിക്കുക. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് വരികയാണെങ്കിൽ ഷീജ സെഡ് ഐ വാസ് റീഡിംഗ് എ നോവൽ. ഷീജ സെഡ് ഐ വാസ് റീഡിംഗ് എ നോവൽ. അപ്പോൾ ഇവിടെ വരുന്ന മാറ്റം എന്താണ്? വാസ് ഓർ വെയർ വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് പാർട്ടിൽ എന്തായിരിക്കും ഉപയോഗിക്കുക? ഹാർഡ് ബീൻ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് റിപ്പോർട്ടഡ് സ്പീച്ചിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ്? V1 വന്നു കഴിഞ്ഞാൽ V2 ഉപയോഗിക്കുക. വെർബിന്റെ ഫസ്റ്റ് ഫോം V1 വന്നു കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കുക? V2 ഉപയോഗിക്കുക. ഈസ് ആർ വന്നു കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കുക? വാസ് ഓർ വെയർ ഉപയോഗിക്കുക. ഇനി ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ വന്നു കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കുക? ഹാർഡ് ബീൻ ഉപയോഗിക്കുക. അതുപോലെ V2 വന്നു കഴിഞ്ഞാൽ വെർബിന്റെ സെക്കൻഡ് ഫോം വന്നു കഴിഞ്ഞാൽ ഹാർഡ് ഉപയോഗിക്കാം. ഇനി വാസ് ഓർ വെയർ വന്നു കഴിഞ്ഞാൽ ഹാർഡ് ബീൻ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കേസേ ഉള്ളൂ. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റിനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും ടെൻസിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതായത് രാമു സെഡ് ഐ ഹാഡ് സീൻ ഹിം എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്. രാമു സെഡ് ദാറ്റ് ഹി ഹാഡ് സീൻ ഹിം. ഇത്രയും വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഐ എന്നുള്ളത് ഹി ആയിട്ട് മാറും. അതെന്തുകൊണ്ടാ? നമ്മുടെ വാക്കുകളിലേക്ക് മാറ്റിയില്ല നമ്മൾ പറയുന്നത്. അപ്പം ഐ എന്നുള്ളത് ഹി ആയിട്ട് മാറും. ഇനി അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് വരികയാണെങ്കിൽ അഭിനവ് സെഡ് ഐ ഹാഡ് ബീൻ വാച്ചിങ് എ ഫിലിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ടെൻസിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. അങ്ങനെ തന്നെ നമ്മൾ എഴുതും. ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനും ടെൻസിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ അപ്പോൾ ഇനി
വേറെ ചെറിയ വ്യത്യാസങ്ങളും കൂടെ നമ്മൾ പറയുകയാണ്. അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ വില്ല് വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. ഷാള് വന്നു കഴിഞ്ഞാൽ ഷുഡ് ആയിട്ട് മാറും. ക്യാൻ വന്നു കഴിഞ്ഞാൽ കുഡ് ആയിട്ട് മാറും. ഇനി മേ വന്നു കഴിഞ്ഞാൽ മൈറ്റ് ആയിട്ട് മാറും. മസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഹാർഡ് ടു ആയിട്ട് മാറും. അങ്ങനെയായിരിക്കും വ്യത്യാസം. ബിജു സെഡ് ഐ വിൽ വർക്ക് ഹാർഡ്. എങ്ങനെ വരും? ബിജു സെഡ് ദാറ്റ് ഹി വുഡ് വർക്ക് ഹാർഡ്. രാജു സെഡ് ഐ ഷോൾ റൈറ്റ് ദ എക്സാം. രാജു സെഡ് ദാറ്റ് ഹി ഷുഡ് റൈറ്റ് ദ എക്സാം. ദീപു സെഡ് ഐ ക്യാൻ ഗോ ദർ. ദീപു സെഡ് ദാറ്റ് ഹി കുഡ് ഗോ ദർ. അപ്പോൾ ഇതാണ്, ഇത്രേ ഉള്ളൂ കേസ്. ക്യാൻ വന്നു കഴിഞ്ഞാൽ കുഡ് ആവും, മേ വന്നു കഴിഞ്ഞാൽ മൈറ്റ് ആവും, മസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. മസ്റ്റ് വരുമ്പോൾ ഹാർഡ് ടു ആയിട്ടായിരിക്കും മാറുന്നത്. ആ വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. സുരേഷ് സെഡ് ടു മീ യു മസ്റ്റ് ഒബേ യുവർ പേരൻസ്. സുരേഷ് ടോൾഡ് മീ ദാറ്റ് ഐ ഹാർഡ് ടു ഒബേ മൈ പേരൻസ് എന്നായിരിക്കും വരിക. ഓക്കെ, ഇനി അടുത്തായിട്ട് എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുന്ന കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്ത് വേണം റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ എൻഗേർഡ് മീ എന്നൊക്കെ പറയുന്ന എൻഗേർഡ് മീ, ക്വസ്റ്റ്യൻഡ് മീ, അത്തരം റിപ്പോർട്ടിംഗ് വെർബുകളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണ്, രമ്യ സെഡ് ടു മീ ആർ യു എ സ്റ്റുഡന്റ്. നീ ഒരു സ്റ്റുഡന്റ് ആണോ? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്ത് വേണം റിപ്പോർട്ട് ചെയ്യാനായിട്ട്. രമ്യ എൻഗേർഡ് മീ വെദർ ഐ വാസ് എ സ്റ്റുഡന്റ്. ഈ സമാർ എന്തായിട്ട് മാറി? ഇവിടെ ആരാണ് വന്നിരിക്കുന്നത്? അത് വാസ് ആയിട്ട് മാറി. ഇനി WH ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെങ്കിൽ, വേർ ഈസ് ദ പോസ്റ്റ് ഓഫീസ്? സെഡ് ദ സ്ട്രേഞ്ചർ. അപ്പോൾ ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ്, ദ സ്ട്രേഞ്ചർ വാണ്ടഡ് ടു നോ വേർ ദ പോസ്റ്റ് ഓഫീസ് വാസ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഈസാമാർ എന്തായിട്ട് മാറി? വാസ് ഓർ വേർ ആയിട്ട് മാറി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈഫ് ഓർ വെദർ യൂസ് ചെയ്യുന്ന എവിടെയാണ്? എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണ് ഈഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്ന ആ ഒരു യൂസേജ് വരിക. ഓക്കെ, ഇനി അടുത്തായിട്ട് ഇമ്പറേറ്റീവ് സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ടു യൂസ് ചെയ്ത് വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ക്ലോസ് ദ ഡോർ, ദ ഡോക്ടർ സെഡ് ടു ദ നേഴ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. ദ ഡോക്ടർ വാണ്ടഡ് ദ നേഴ്സ് ടു ക്ലോസ് ദ ഡോർ. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ ചെയ്യേണ്ട പ്രവൃത്തിക്ക് മുന്നിൽ നമ്മൾ ടു യൂസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസ് നമ്മൾ എപ്പോഴും ടു യൂസ് ചെയ്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. ആ കേസും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ടെൻസിനെ കുറിച്ചാണ് നോക്കുന്നത്. കൂടുതലായിട്ട് റൂളുകളിലേക്കൊന്നും പോകുന്നില്ല. സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ടെൻസിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ചില ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള റൂളുകളും മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് മൈ മദർ ഡാഷ് ഹെർ അങ്കിൾ എവരി ഡേ. അപ്പോൾ ഇതൊരു ശീലമാണ് സൂചിപ്പിക്കുന്നത്. ശീലത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളുടെ കൂടെ നമ്മളെപ്പോഴും V1 ഫോം ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? മൈ മദർ വിസിറ്റ്സ് ഹെർ അങ്കിൾ എവരി ഡേ. സിമ്പിൾ പ്രസന്റിലായിരിക്കും നമ്മൾ ഇതിനെ പറയുക. അപ്പോൾ എങ്ങനെയായിരിക്കും ഉത്തരം വരിക? മൈ മദർ വിസിറ്റ്സ് ഹെർ അങ്കിൾ എവരി ഡേ. അപ്പോൾ ഓർത്തിരിക്കുക, ശീലങ്ങളെ കാണിക്കാനായിട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുക. അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോം V1 ഫോം ആയിരിക്കും കൂടുതലായിട്ടും ഉപയോഗിക്കുക. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തേത്, എ ബേർഡ് ഓഫൺ ഡാഷ് എഗ്സ് ആൻഡ് ഹാച്ച് ദ ചിക്സ്. ഓക്കെ, അപ്പോൾ മുട്ട ഇടുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇതും ഓഫൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു ശീലത്തെ കാണിക്കാൻ, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയും സിമ്പിൾ പ്രസന്റ് തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈസ് ഉണ്ട്, ലേസ് ഉണ്ട്, ലൈഡ് ഉണ്ട്, ലെയിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? മുട്ട ഇടുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ലേ ആണ് നമ്മൾ ഉപയോഗിക്കുക. ലേയുടെ V1 എന്ന് പറയുന്നത് ലേ ആണ്. ഇനി ലെയ്ഡ് എന്നാണ് വരിക. ഇനി കിടക്കുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിലോ ലൈ, ലേ, ലെയിൻ എന്നായിരിക്കും വരിക. ഓക്കെ, അതുപോലെ ഇനി കള്ളം പറയുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ എങ്ങനെ പറയും? ലൈ. അതിൻ്റെയും V1 ലൈ തന്നെയാണ്. ലൈ, ലൈഡ്, ലൈഡ്, ഇങ്ങനെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തരം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചില V1, V2, V3 ഫോമുകളുണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നാലേ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? എ ബേർഡ് ഓഫൺ ലേസ് എഗ്സ് ആൻഡ് ഹാച്ച് ദ ചിക്സ്. ഓക്കെ, ഇനി അടുത്തതായിട്ട്, സച്ചിൻ ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ് ലാസ്റ്റ് ഇയർ. സച്ചിൻ ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ് ലാസ്റ്റ് ഇയർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉത്തരം വരിക? സ്റ്റോപ്ഡ്, സ്റ്റോപ്പ്, വിൽ സ്റ്റോപ്പ്, ഹാസ് സ്റ്റോപ്ഡ്. അപ്പോൾ ഇത് പാസ്റ്റിൽ നടന്ന കാര്യമാണ്. ഈ ലാസ്റ്റ് ഇയർ എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുക റിപ്രസെന്റേഷൻ ഓഫ് ടൈം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് V2 ധൈര്യമായിട്ട് ഉപയോഗിക്കാം. വെർബിന്റെ സെക്കൻഡ് ഫോം ഡയറക്റ്റ് ഉപയോഗിച്ചാൽ മതി. അതായത് ലാസ്റ്റ് ഇയർ, എഗോ, ലാസ്റ്റ് മന്ത്, പ്രീവിയസ് ഇയർ, ഇത്തരം വേർഡുകളൊക്കെ, ഇത്തരം അഡോബ് ഓഫ് ടൈമുകൾ വന്നു കഴിഞ്ഞാൽ, ടൈമിനെ സൂചിപ്പിക്കുന്ന ഇത്തരം പദങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ധൈര്യമായിട്ട് വെർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ വെർബിന്റെ സെക്കൻഡ് ഫോം ആയിട്ട് വന്നിരിക്കുന്നത് സ്റ്റോപ്ഡ് ആണ്. വിൽ സ്റ്റോപ്പ്, ഹാസ് സ്റ്റോപ്ഡ്, സ്റ്റോപ്പ് ഒന്നും വരില്ല. ആൻസർ ഈസ് സ്റ്റോപ്ഡ്. സച്ചിൻ സ്റ്റോപ്പ് പ്ലേയിങ് ക്രിക്കറ്റ് ലാസ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം സ്റ്റോപ്ഡ് എന്നുള്ളതായിരിക്കും. അടുത്ത്, വി ഡാഷ് ലിവിംഗ് ഹിയർ സിൻസ് 1995.
1995 മുതൽ ഞങ്ങളിവിടെ ജീവിക്കുകയാണ് എന്നുള്ള മീനിങ് ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ ആയിട്ട് വേർ ലിവിംഗ് ഉണ്ട്, ഹാവ് ബീൻ ലിവിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരം എന്തായിരിക്കും? ഹാവ് ബീൻ ലിവിംഗ് ആയിരിക്കും. അതായത് നേരത്തെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ഇപ്പോഴും നേരത്തെ ആരംഭിച്ച ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് നമ്മൾ ഇവിടെ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഉപയോഗിക്കുക. ഓക്കെ, സോ ഇവിടെ ഉത്തരം എന്തായിരിക്കും? വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ സിൻസ് 1995. ഓക്കെ, അടുത്ത ചോദ്യം, ഐ ഡാഷ് ഹിം 7 years ago. ഇവിടെയും എഗോ എന്ന് പറയുന്ന വേർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് വെർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കാം. ഇവിടെ ഉത്തരം എന്താണ്? ഐ മെറ്റ് ഹിം 7 years ago. I met him 7 years ago എന്നായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ആയിട്ട് ഹാവ് മെറ്റ്, ഹാസ് മെറ്റ്, മീറ്റ് ഒക്കെ കാണും. നമ്മളൊന്നും നോക്കണ്ട, വെർബിന്റെ സെക്കൻഡ് ഫോം എഴുതുക. ഇനി അതുപോലെ വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ് നമ്മുടെ സിമ്പിൾ പ്രസന്റ്, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ്. ഇതിന്റെ യൂസേജ് വെച്ച് വരുന്ന ഒരു ഇതാണ്. നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ബോധരാവണ്ട. രണ്ട് പ്രവൃത്തികൾ നടക്കുകയാണ്. മൈ ഫാദർ ഡാഷ് വെൻ ഐ റീച്ച്ഡ് ഹോം. അതായത് അർത്ഥം വരേണ്ടത് എങ്ങനെയാണ്? ഞാൻ ചെന്നപ്പോഴത്തേക്കും അച്ഛൻ വീട്ടിൽ നിന്ന് പോയി എന്നുള്ള ഒരു മീനിങ് ആണ് വരേണ്ടത്. അപ്പോൾ ആദ്യം നടന്ന പ്രവൃത്തി ഏതാണ്? അച്ഛൻ പോയി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നടന്ന പ്രവൃത്തിയെ കാണിക്കാനായിട്ട് നമ്മൾ ഹാഡ് പ്ലസ് V3 ഫോം വേണം ഉപയോഗിക്കാൻ. രണ്ടാമത് നടന്ന പ്രവൃത്തിയെ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ പറയും. അപ്പൊ ഞാൻ വീട്ടിലെത്തി എന്നുള്ളതാണ് രണ്ടാമത് നടന്ന പ്രവൃത്തി. അതിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ച് വെർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിച്ച് പറഞ്ഞു. ഇനി ആദ്യം നടന്ന പ്രവൃത്തിയെ ഹാഡ് പ്ലസ് V3 ഉപയോഗിച്ച് വേണം പറയാൻ. അപ്പൊ ഇവിടെ ഉത്തരം എന്തായിരിക്കും? മൈ ഫാദർ ഹാഡ് ലെഫ്റ്റ് എന്നുള്ളതായിരിക്കും ഉത്തരമായിട്ട് വരിക. മൈ ഫാദർ ഹാഡ് ലെഫ്റ്റ് വെൻ ഐ റീച്ച്ഡ് ഹോം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത് ടെൻസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. എന്താണ് ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ? കർത്താവിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ഒരു സെന്റൻസിനെ പറയുമ്പോൾ അതിന് എന്താണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നു. ഇനി കർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ പാസീവ് വോയിസ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ടേബിൾ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡു ഡസ് ഫോമുകൾ വരുമ്പോൾ ഈസാമാർ ഉപയോഗിക്കുക, ഡിഡ് വരുമ്പോൾ വാസ് ഓർ വെയർ ഉപയോഗിക്കുക, വില്ല് വന്നു കഴിഞ്ഞാൽ വിൽ ബി ഉപയോഗിക്കുക, ഈസാമാർ വന്നു കഴിഞ്ഞാൽ ഈസാമാർ പ്ലസ് ബീങ് ഉപയോഗിക്കുക, വാസ് ഓർ വെയർ വന്നു കഴിഞ്ഞാൽ വാസ് ഓർ വെയർ പ്ലസ് ബീങ് ഉപയോഗിക്കുക, പിന്നെ ഹാസ് ഓർ ഹാവ് വന്നു കഴിഞ്ഞാൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ഉപയോഗിക്കുക, ഹാഡ് വന്നു കഴിഞ്ഞാൽ ഹാഡ് ബീൻ ഉപയോഗിക്കുക, വിൽ ഹാവ് വന്നു കഴിഞ്ഞാൽ വിൽ ഹാവ് ബീൻ ഉപയോഗിക്കുക. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ഈ ടേബിൾ പഠിച്ചിരുന്നാൽ ഓപ്ഷൻസും കൂടെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദേ ഡ്രൂ എ സർക്കിൾ. ഡ്രോ എ സർക്കിൾ. അപ്പോൾ ഡ്രൂ എന്ന് പറയുന്നത് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്. സെക്കൻഡ് ഫോം എന്ന് പറയുമ്പോൾ ഡിഡ് പ്ലസ് ഡ്രോ അല്ലേ? ഡിഡ് പ്ലസ് ഡ്രോ അല്ലേ ഡ്രൂ? ഓക്കെ, ഡിഡ് പ്ലസ് ഡ്രോ ആണ്. അപ്പൊ നമുക്കത് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ടേബിളിലേക്ക് നോക്കുന്നു. ഡിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉപയോഗിക്കണ്ടേ? ഡിഡ് വന്നു കഴിഞ്ഞാൽ വാസ് ഓർ വെയർ വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴത്തേക്കും സർക്കിൾ എന്ന് പറയുന്ന ആ ഇതിനായിരിക്കും പ്രാധാന്യം വരിക. അപ്പൊ സർക്കിളിലായിരിക്കും സെന്റൻസ് തുടങ്ങുന്നത്. ഇനി വാസ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കണം. എ സർക്കിൾ വാസ് ബീങ്. വാസ് ബീങ് യൂസ് ചെയ്യില്ല, കാരണം വാസ് ബീങ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വാസ് വന്നിട്ടുള്ളത് എവിടെയാണ്? ബി, ഓപ്ഷൻ ബിയിലാണ്. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? എ സർക്കിൾ വാസ് ഡ്രോൺ ബൈ ദം. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഡ്രൂ എന്ന് പറയുന്ന ഫോമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഡിഡ് പ്ലസ് ഡ്രോ. അപ്പൊ ഡിഡ് ഫോം വന്നു നമുക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് വാസ് ഓർ വെയർ ആണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ ഉത്തരം കണ്ടെത്തി. അതുപോലെ ഇവിടെ എന്താ പറയുക, സിംഗുലർ ഫോം. ഇവിടെ ഡ്രോ എന്നായിരുന്നെങ്കിലോ? ഡ്രോ എന്നായിരുന്നെങ്കിൽ നമ്മൾ ഈസാമാർ ഫോം ഏതെങ്കിലും ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, അതുപോലെ വേറെ ക്വസ്റ്റ്യൻ നോക്കുക. ദേ ഹാഡ് ഓൾറെഡി കോണ്ടാക്റ്റഡ് ഹിം. ദേ ഹാഡ് ഓൾറെഡി കോണ്ടാക്റ്റഡ് ഹിം. അപ്പൊ നമ്മളിവിടെ ടേബിളിലേക്ക് നോക്കിയാണ്. ഹാഡ് വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഹാഡ് വരുമ്പോൾ ഹാഡ് ബീൻ വേണം യൂസ് ചെയ്യാൻ. അപ്പൊ ഓപ്ഷനിലേക്ക് നോക്കുന്നു. ഹി ഹാവ് ബീൻ ഓൾറെഡി കോണ്ടാക്റ്റഡ്, ഹി ഹാഡ് ഓൾറെഡി ബീൻ കോണ്ടാക്റ്റഡ്, ഹി ഹാഡ് ഓൾറെഡി കോണ്ടാക്റ്റഡ്, ഹി ഹാസ് ബീൻ ഓൾറെഡി കോണ്ടാക്റ്റഡ്. അപ്പൊ ഇവിടെ ഹാഡ് ബീൻ വന്നിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബിയിലാണ്. അപ്പൊ ഉത്തരം എന്താണ്? ഹി ഹാഡ് ഓൾറെഡി ബീൻ കോണ്ടാക്റ്റഡ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ടേബിൾ വെച്ച് ആൻസറിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിളുകൾ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നോക്കുക. അവർ ടാസ്ക് ഹാഡ് ബീൻ കംപ്ലീറ്റഡ് ബിഫോർ സൺസെറ്റ്. അപ്പോൾ ഇവിടെ ഹാഡ് ബീൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റണം. ഇത് ശരിക്കും പാസീവ് വോയിസിലാണ് സെന്റൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ആക്റ്റീവ് വോയിസിലേക്കാണ് വരേണ്ടത്. ഇവിടെ ഹാഡ് ബീൻ വരണമെങ്കിൽ താഴെ ഹാഡ് വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഹാഡ് ബീൻ വരുള്ളൂ. അപ്പോൾ ഓപ്ഷൻ നോക്കുക. വി കംപ്ലീറ്റഡ് അവർ ടാസ്ക് ബിഫോർ സൺസെറ്റ്, വി ഹാവ് കംപ്ലീറ്റഡ് അവർ ടാസ്ക് ബിഫോർ സൺസെറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഉത്തരം? വി ഹാഡ് കംപ്ലീറ്റഡ്. അപ്പോൾ ഇതാണ് ഉത്തരം വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ബോയ് ലാഫ്ഡ് അറ്റ് ദ ബെഗർ. അപ്പോൾ ലാഫ്ഡ് എന്നുള്ളത് ഡിഡ് പ്ലസ് ലാഫ് ആണ്.
അപ്പോൾ ഡിഡ് വന്നു കഴിഞ്ഞാൽ വാസ് ഓർ വേർ ആണ് ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ടേബിൾ പ്രകാരം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വരും? ദ ബെഗർ വാസ് ലാഫ്ഡ് ബൈ ദ ബോയ് എന്ന് വരും. അപ്പോൾ അത് ശരിയല്ല. ദ ബെഗർ വാസ് ബീങ് ലാഫ്ഡ് ബൈ ദ ബോയ്, ദ ബെഗർ വാസ് ബീങ് ലാഫ്ഡ് അറ്റ് ബൈ ദ ബോയ്, ദ ബെഗർ വാസ് ലാഫ്ഡ് അറ്റ് ബൈ ദ ബോയ്. ലാഫ്ഡ് അറ്റ് എന്ന് വരുമ്പോൾ ആ സെന്റൻസ് ക്ലിയർ ആവുള്ളൂ. അതിന്റെ ഉപയോഗം വാസ് തന്നെ ആയിരിക്കും വരിക. ദ ബെഗർ വാസ് ലാഫ്ഡ് അറ്റ് ബൈ ദ ബോയ്. ഓക്കെ, ഇനി അടുത്ത് ദ ബോയ്സ് വെർ പ്ലേയിങ് ക്രിക്കറ്റ് വേർ. വാസ് ഓർ വേർ വന്നു കഴിഞ്ഞാൽ വാസ് ഓർ വേർ പ്ലസ് ബീങ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. വാസ് ഓർ വേർ നമ്മൾ കൂടുതലായിട്ടും കണ്ടിന്യൂസ് ടെൻസിലാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് നമുക്ക് വാസ് ഓർ വേർ വന്നു കഴിഞ്ഞാൽ വാസ് ഓർ വേർ പ്ലസ് ബീങ് ഉപയോഗിച്ച് വേണം പാസീവ് വോയിസിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കുക, വാസ് ഓർ വേർ പ്ലസ് ബീങ് എവിടെയാണ് ഉള്ളത് നോക്കുക. ക്രിക്കറ്റ് ഹാഡ് ബീൻ പ്ലേഡ് ബൈ ദ ബോയ്സ് ശരിയല്ല. ക്രിക്കറ്റ് ഹാസ് ബീൻ പ്ലേഡ് ബൈ ദ ബോയ്സ് ശരിയല്ല. ക്രിക്കറ്റ് വാസ് പ്ലേഡ് ബൈ ദ ബോയ്സ് ശരിയല്ല. ക്രിക്കറ്റ് വാസ് ബീങ് പ്ലേഡ് ബൈ ദ ബോയ്സ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എന്ത് ഉപയോഗിക്കുക? വാസ് ഓർ വേർ വന്നു കഴിഞ്ഞാൽ വാസ് ഓർ വേർ പ്ലസ് ബീങ് ഉപയോഗിക്കുക. ഇപ്പോൾ ക്രിക്കറ്റ് എന്നുള്ളത് ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസ് ബീങ് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. ഇനി അടുത്ത് ദ ഡ്രൂ എ സർക്കിൾ ഇൻ ദ മോർണിംഗ്. നമ്മൾ ആദ്യം കണ്ടേക്കിട്ട് സെയിം ഒരു ഇതാണ്. ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി, എന്തായിരിക്കും ഉത്തരം വരിക? എ സർക്കിൾ വാസ് ബീങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഡ്രൂവിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഡിഡ് പ്ലസ് ഡ്രോ ആണ് ഡ്രൂ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ വരും? എന്തായാലും വാസ് വരണം അല്ലേ? സർക്കിൾ വാസ് ഡ്രോൺ ബൈ ദം ഇൻ ദ മോർണിംഗ്. ഒറ്റ ഓപ്ഷനിലല്ലേ വാസ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ, സിമ്പിൾ. ഇനി അടുത്ത് ദേ വിൽ ഡെമോളിഷ് ദ എൻറ്റയർ ബ്ലോക്ക്. ദേ വിൽ ഡെമോളിഷ് ദ എൻറ്റയർ ബ്ലോക്ക്. ഇപ്പോൾ നമ്മൾ ടേബിളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം, വില്ല് വന്നു കഴിഞ്ഞാൽ വിൽ ബി ആണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഷാൾ വന്നു കഴിഞ്ഞാൽ ഷാൾ ബി ഉപയോഗിക്കണം. മേ വന്നു കഴിഞ്ഞാൽ മേ ബി ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ഉത്തരം നോക്കുക. ദ എൻറ്റയർ ബ്ലോക്ക് ഈസ് ബീങ് ഡെമോളിഷ്ഡ്, മേ ബി ഡെമോളിഷ്ഡ്, വിൽ ഹാവ് ടു ബി ഡെമോളിഷ്ഡ്. ഓപ്ഷൻ ഡി വിൽ ബി ഡെമോളിഷ്ഡ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ എളുപ്പ രീതിയിൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനെ കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈഫിന്റെ മെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആദ്യത്തെ കേസിൽ ഈഫിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 എന്ന് പറയുന്ന ആ ഒരു യൂസേജ് ഉപയോഗിച്ച് വേണം ഉത്തരം എഴുതാൻ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, ഇഫ് യു റൈറ്റ് ദ എക്സാം, ഈഫിന് ശേഷം എന്താണ് വന്നിരിക്കുന്നത്? റൈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മെയിൻ ക്ലോസിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്ത് ഉപയോഗിച്ചു? വിൽ ഉപയോഗിച്ചു. യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന ആ ഒരു യൂസേജ് ഉപയോഗിച്ചു. ഇനി അടുത്തതിലേക്ക് നോക്കുവാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇഫ് യു റോട്ട് ദ എക്സാം, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇഫിന് ശേഷം വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് വന്നിരിക്കുന്നത്. ഇഫിന് ശേഷം വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ആദ്യത്തെ കേസിൽ നമ്മൾ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് ഉപയോഗിച്ചെങ്കിൽ രണ്ടാമത്തെ കേസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 എന്ന് പറയുന്ന ആ ഒരു യൂസേജ് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ എങ്ങനെ വരും? യു വുഡ് ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക് എന്നായിരിക്കും വരുന്നത്. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇതിന് ശേഷം ഒരിക്കലും നമ്മൾ വെർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കരുത്. വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കാരണം എന്താണ്? വുഡ്, ഷുഡ്, കുഡ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ആ സെന്റൻസ് പാസ്റ്റ് ടെൻസിലേക്ക് പോയി. അപ്പോൾ പാസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം പിന്നെ V2 ഫോം വെർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കരുത്. എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം ഇഫിന് ശേഷം വെർബിന്റെ സെക്കൻഡ് ഫോം വന്നു. അതുകൊണ്ട് നമ്മൾ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 എന്ന് പറയുന്ന യൂസേജ് ഉപയോഗിച്ചു. ഇനി അടുത്ത യൂസേജ് വരുന്നു ഇഫ് പ്ലസ് ഹാർഡ് V3. അപ്പോൾ ഇവിടെ ഇഫ് യു ഹാർഡ് റിട്ടൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫിന് ശേഷം ഹാർഡ് V3 ആണ് വന്നിരിക്കുന്നത്. ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് പ്ലസ് ഹാവ്. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് എന്ന് പറയുന്ന യൂസേജിന് ശേഷം വെർബിന്റെ V3 ഫോം ആണ് ഉപയോഗിക്കുന്നത്. ആ രീതിക്കാണ് എഴുതുന്നത്. അപ്പം ഇതെങ്ങനെ എഴുതും? യു വുഡ് ഹാവ് ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്. യു വുഡ് ഹാവ് ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്. വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് യൂസേജ് ഒക്കെ നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഓപ്ഷൻ അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഫ് യു ഹാഡ് റിട്ടൺ ദ എക്സാം യു വുഡ് ഹാവ് ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്. അപ്പോൾ ഓർത്തിരിക്കുക, ഹാർഡ് V3 വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഹാർഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ നമ്മൾ വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് പറയുന്ന ഫോർമാറ്റ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ ക്ലോസിൽ എഴുതുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഈ ക്ലോസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്.
ഡിഫറൻസ്. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് PYQs ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രിപ്പോസിഷൻസ് നമുക്കറിയാം, കാണുമ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, ഹീസ് ഫോണ്ടിന് ശേഷം എപ്പോഴും ഓഫ് ആയിരിക്കും വരുന്നത് കേട്ടോ. ഫോണ്ട് ഓഫ് എന്നായിരിക്കും പറയുക. ഹീസ് ഫോണ്ട് ഓഫ് മ്യൂസിക്. അപ്പൊ ഇവിടെ ഉത്തരം വരിക ഓഫ് ആയിരിക്കും. ഇനി അടുത്ത് ഷീസ് ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ്. അപ്പൊ എന്തെങ്കിലും അയാൾക്ക് കഴിവുണ്ട് എന്ന് സൂചിക്കാനായിട്ട് നമ്മൾ ഗുഡ് അറ്റ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പം അത് ഓർത്ത് വെക്കുക. ഇനി അടുത്ത് ദ ട്രെയിൻ അറൈവ്ഡ് അറ്റ് ടൈം. അറ്റ് ടൈം എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യസമയത്ത് എത്തി എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ഹി ഹാസ് ബീൻ സഫറിംഗ് ഫ്രം ഫീവർ ഫോർ 2 days. സഫറിംഗ് ഫ്രം എന്നായിരിക്കും നമ്മൾ പറയുക. എന്തെങ്കിലും രോഗത്തിന്റെ പിടിയിലാണ് എന്ന് കാണിക്കാനായിട്ട് സഫറിംഗ് ഫ്രം എന്ന് പറയുന്ന യൂസേജ് ആയിരിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ഹി ഇൻസിസ്റ്റഡ് ഡാഷ് പേയിങ് ദ ബിൽ. ഹി ഇൻസിസ്റ്റഡ് ഓൺ. ഇൻസിസ്റ്റഡിന് ശേഷം ഓൺ എന്ന് പറയുന്ന പ്രൊപോസിഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് ഷീ കംപ്ലൈന്റ് ഡാഷ് ദ മാനേജർ. അപ്പൊ ഇതിനകത്ത് കംപ്ലൈന്റിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ടു എ പേഴ്സൺ അബൌട്ട് എ മാറ്റർ. അപ്പൊ ഇവിടെ ഒരാളോടാണ് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ടു ആയിരിക്കും. ഷീ കംപ്ലൈന്റ് ടു ദ മാനേജർ എന്നായിരിക്കും പറയുന്നത്. അതുപോലെ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റിപ്ലൈ എന്നായിരിക്കും പറയുന്നത്. അതുപോലെ സക്സീഡഡ് ഇൻ എന്നായിരിക്കും നമുക്ക് പറയുന്നത്. സക്സീഡഡ് ഒക്കെ ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പ്രൊപ്പോസിഷൻസ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത് ഷീസ് അഫ്രൈഡ് ഓഫ് എന്ന് പറയുന്ന യൂസേജ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അഫ്രൈഡ് എന്ന് പറയുന്നത് എന്താണ്? അവൾക്ക് പട്ടികളെ പേടിയാണ് എന്നാണ് അവിടെ പറയുന്നത്. അഫ്രൈഡ് ഓഫ് എന്ന് പറയുന്ന യൂസേജ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തുപോലെ ഹീസ് പ്രൗഡ് ഓഫ് ഹിസ് സൺ. പ്രൗഡിന് ശേഷം ഓഫ് ആയിരിക്കും വരിക. ഇനി ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഹിസ്റ്ററി. ഏതെങ്കിലും സബ്ജക്റ്റിലുള്ള ഇൻട്രസ്റ്റിനെ നമ്മൾ കാണിക്കാനായിട്ട് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ എന്നായിരിക്കും പറയുക. ഇനി അടുത്ത് ദ ടീച്ചർ വാസ് ആംഗ്രി വിത്ത് ദ സ്റ്റുഡന്റ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? ആംഗ്രി വിത്ത് എ പേഴ്സൺ. ആയിരിക്കും പറയുന്നത്. ആംഗ്രി അറ്റ് സംതിങ് ആയിരിക്കും പറയുന്നത് കേട്ടോ. ഒരു വ്യക്തിയുമായിട്ടാണ് ആംഗ്രി വിത്ത് എന്ന് പറയും. ഇനി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ദേഷ്യം വരുന്നതെങ്കിൽ ആംഗ്രി അറ്റ് സംതിങ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ആംഗ്രി വിത്ത് എ പേഴ്സൺ, ആംഗ്രി അറ്റ് സംതിങ്. ഇനി അടുത്ത് മൈ ബർത്ത്ഡേ ഈസ് ഇൻ ജൂൺ. ജൂൺ മാസത്തിലാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഇൻ ജൂൺ, മൈ ബർത്ത്ഡേ ഈസ് ഇൻ മാർച്ച്, മൈ ബർത്ത്ഡേ ഈസ് ഇൻ ഏപ്രിൽ. അല്ലെ, ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള മാസങ്ങളായിരിക്കും. അപ്പൊ ഓർത്തിരിക്കുക, ഇൻ ജൂൺ മാസങ്ങളുടെ കേസ് പറയുമ്പോൾ ഇന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 10 AM. കൃത്യമായിട്ടുള്ള സമയമാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അറ്റ് ഉപയോഗിക്കും. ഇനി വലിയ ടൗണുകളിൽ മുന്നിൽ നമ്മൾ ഇൻ എന്ന് പറയുന്ന പൊസിഷൻ ആയിരിക്കും ഉപയോഗിക്കുക. ഹി ലീവ്സ് ഇൻ കൊച്ചിൻ എന്ന് പറയുമ്പോൾ അവിടെ ഇന്നായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഇനി അതുപോലെ ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ടേബിളിന്റെ മുകളിലാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രൊപ്പോസിഷൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ING ഫോമുകൾ, ജെറണ്ടുകളുടെ യൂസേജ് വരുന്ന ചില കേസുകളാണ് പറയാൻ പോകുന്നത്. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. ഫ്രേസസ് ഫോളോഡ് ബൈ ജെറണ്ട്സ്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഐ കാണ്ട് ഇമാജിൻ ലിവിങ് ഇൻ ദാറ്റ് ബിഗ് ഹൗസ്. അപ്പൊ ഇവിടെ ചോദ്യം വരുന്നത് എങ്ങനെയായിരിക്കും? ഐ കാണ്ട് ഇമാജിന് ശേഷം ഒരു ഡാഷ് വരും, ഇൻ ദാറ്റ് ബിഗ് ഹൗസ് വരും. അപ്പൊ അതിൽ ലീവ്സ് എന്നൊക്കെ പറഞ്ഞ് പല ഓപ്ഷൻസ് കാണും. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഐ കാണ്ട് ഇമാജിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വരുന്നത് എന്തായിരിക്കും? ING ഫോം ആയിരിക്കും വരുന്നത്, ജെറണ്ട് ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? ഐ കാണ്ട് ഇമാജിൻ ലിവിങ് ഇൻ ദാറ്റ് ബിഗ് ഹൗസ് എന്നായിരിക്കും ഉത്തരം വരിക. ഇനി അടുത്ത് ഇറ്റ് ഈസ് നോ യൂസ് ട്രൈയിങ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് നോ യൂസിന് ശേഷം എപ്പോഴും ING ഫോം ആയിരിക്കും വരിക. ഇനി അതുപോലെ അടുത്ത് വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ യുവർ പെൻ. അപ്പോൾ ഇവിടെ വുഡ് യു മൈൻഡിന് ശേഷം എപ്പോഴും വെർബിന്റെ ING ഫോം ആയിരിക്കും വരിക. ഇനി അടുത്ത് ഹൗ അബൌട്ട് ഹാവിങ് ഡിന്നർ വിത്ത് മീ. അപ്പോൾ ഇവിടെ ഹാവിങ് എന്ന് പറയുന്നത് ഹൗ അബൌട്ടിന് ശേഷം വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഹൗ അബൌട്ടിന് ശേഷം എപ്പോഴും ഹാവിങ് അല്ലെങ്കിൽ വെർബിന്റെ ING ഫോം ആയിരിക്കും എപ്പോഴും വരിക. ഇനി അതുപോലെ ഐ ലുക്ക് ഫോർവേഡ് ടു പബ്ലിഷിംഗ് ദ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ ടൂവിന് ശേഷം വെർബിന്റെ ING ഫോം വന്നിട്ടുണ്ട്. ടൂവിന് ശേഷം സാധാരണ എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ചില കേസുകളിൽ മാത്രം ടൂവിന് ശേഷം നമ്മൾ ING ഫോം ഉപയോഗിക്കും. അത്തരം ഒരു കേസാണിത്. ഐ ലുക്ക് ഫോർവേഡ് ടു പബ്ലിഷിംഗ് ദ നോട്ടിഫിക്കേഷൻ എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഐ ലുക്ക് ഫോർവേഡ് ടു ഇതിൽ മാത്രമല്ല, ഐ ലുക്ക് ഫോർവേഡ് ടു, ഗെറ്റ് യൂസ്ഡ് ടു, അക്കസ്റ്റംഡ് ടു, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. ഇതിനെല്ലാം ശേഷം നമ്മൾ വെർബിന്റെ ING ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്.
അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഐ ലുക്ക് ഫോർവേഡ് ടു, ഗെറ്റ് യൂസ് ടു, അക്കസ്റ്റംഡ് ടു, ഇതിന്റെയൊക്കെ കൂടെ വെർബിന്റെ ING ഫോം ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷെ സാധാരണ കേസുകളിൽ നമ്മൾ എപ്പോഴും ടൂവിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും ഉപയോഗിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അതുപോലെ ഐ കാണ്ട് ഇമാജിൻ സ്റ്റഡിങ് വിതൗട്ട് ദിസ് ബുക്ക്. ഐ കാണ്ട് ഇമാജിൻ സ്റ്റഡി വിതൗട്ട് ദിസ് ബുക്ക്. അപ്പോൾ ഇത്തരം കേസുകളുടെ, ഈ പറഞ്ഞ കേസുകളുടെ ഒക്കെ കൂടെ നമ്മൾ ഇതിന് ശേഷം ING ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഐ കാണ്ട് ഇമാജിൻ, ഇറ്റ് ഈസ് നോ യൂസ്, വുഡ് യു മൈൻഡ്, ഹൗ അബൌട്ട്, ഐ ലുക്ക് ഫോർവേഡ്, ഐ കാണ്ട് ഇമാജിൻ, ഇതിനൊക്കെ ശേഷം വെർബിന്റെ ING ഫോം ആയിരിക്കും ഉപയോഗിക്കുക. അതുപോലെ കാണ്ട് ഹെൽപ്പ്, കാണ്ട് ഹെൽപ്പിന് ശേഷമൊക്കെ എപ്പോഴും വെർബിന്റെ ING ഫോം ആയിരിക്കും വരിക കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഏകദേശം ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.